നമ്മുടെ നാട്ടിൽ വൈറ്റ് കോളർ ജോബിന് മാത്രമേ ഡിമാൻഡുള്ളൂ. ഇപ്പം നമ്മൾ ഒരാളെ നേരിട്ട് കാണുമ്പോൾ പോലും ജോലി എന്നാണ്, എവിടെ വർക്ക് ചെയ്യുന്നത്, പറ്റുവാണെങ്കിൽ എത്ര സാലറി എന്ന് ചോദിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതിപ്പം കേരളത്തിലാണെങ്കിലും പുറത്തുള്ള നാടുകളിലാണെങ്കിലും നമ്മൾ പരസ്പരം കാണുമ്പം ആദ്യം എവിടെ വീട് അല്ലെങ്കിൽ അടുത്ത ജോലി എന്നാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ വൈറ്റ് കോളർ ജോബിന് മാത്രമേ വിലയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളെ അവർ അളക്കുന്നത് പോലും. ഇപ്പം ആണെങ്കിലും ഈ 2026 പോലും സ്വന്തം മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വ്യക്തി, എല്ലാ മാർക്കിനും എല്ലാ വിഷയത്തിനും നല്ല മാർക്കുകൾ കിട്ടുന്ന വ്യക്തി, അല്ലെ കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ ഇപ്പോഴും. പക്ഷെ അതൊക്കെ എപ്പോഴോ മാറേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും സ്കൂളിൽ വിടുന്നുണ്ട്, അത് അവർക്ക് വിദ്യാഭ്യാസം കിട്ടാനാണ്. വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നല്ല വൈറ്റ് കോളർ ജോബ് മാത്രമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനൊരു ചർച്ച കണ്ട്, ഇപ്പം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കൂടുകയാണ്. അപ്പം അക്രമങ്ങളും കാര്യങ്ങളും എല്ലാം കൂടുന്നുണ്ട്. ഇപ്പം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കൂടാൻ കാരണം എന്തുകൊണ്ട്? ഇപ്പം ദിവസ വരുമാന ജോലികൾ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വൈറ്റ് കോളർ ജോബ് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നാണക്കേടാണ്, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും അല്ലാത്ത ജോലികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ആൾക്കാർ ചെയ്യുന്നില്ലെന്നല്ല, കൂടുതൽ ആൾക്കാരും ചെയ്യാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കെട്ടിടം പണിയാണെങ്കിലും അല്ലാതെ വീട്ട് പണിയാണെങ്കിലും ഇപ്പം പറമ്പ് വൃത്തിയാക്കാനാണെങ്കിലും എന്താണെങ്കിലും ഈ അതിഥി തൊഴിലാളികളാണ് ഇപ്പം നമുക്ക് വരുന്നത്. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അത് കാരണമാണ്. അതേസമയം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ നമ്മളിതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറി വരുമ്പോൾ നമ്മൾ എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറാവും. കാരണം എന്നാ, ഇവിടെ അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാ ജോലിക്കും റെസ്പെക്റ്റ് ഉണ്ട്. ആരും നമ്മളെ കളയാക്കാൻ വരത്തില്ല. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ എക്സാമ്പിൾ പറയുന്നു. ഇപ്പം നമ്മൾ ക്ലീനറായിട്ട് തൂക്കുന്ന ഒരാൾ, നമ്മളിപ്പം ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, നീ തൂക്കുന്ന ആളാണ് എന്ന് നമുക്ക് പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പം അതുപോലത്തെ റെസ്പെക്റ്റ് ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ഉയർന്ന ജോലി, താഴ്ന്ന ജോലി, വൈറ്റ് കോളർ ജോബ് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ജോലിയും വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആൾക്കാർ അതിനുവേണ്ടി പോകുന്നു. ഇപ്പം നമ്മളിപ്പോൾ വൈറ്റ് കോളർ ജോബ് മാത്രം, അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ജോലികൾ, ഉയർന്ന സാലറി കിട്ടുന്ന ജോലികൾ മാത്രം ചെയ്യാൻ വേണ്ടി അല്ലല്ലോ. ഇപ്പോൾ പലർക്കും പല കഴിവുകളാണ്. ഇപ്പോൾ പലരും സ്വന്തം ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറയുന്ന വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടൊരു കമ്പനിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ ലൈഫ് ലോങ് റിട്ടയർമെൻറ്റ് വരെ നമ്മൾ സാലറി എടുത്ത് ജീവിക്കുകയാണ്. അത് ശരിക്കും മേന്മയാണ് അല്ലെങ്കിൽ മഹിമയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ പിള്ളേരെ അല്ലെങ്കിൽ ആ വളരുന്ന പ്രായത്തിൽ മനസ്സിലാക്കേണ്ട അവർക്ക് എന്ത് കഴിവാണ്, അവർക്ക് ഏത് ഫീൽഡിലോട്ടാണ് പോകാൻ ആഗ്രഹം, അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരെ അതിലോട്ട് പറഞ്ഞു വിടുക. അപ്പം ആ ഇതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അവർക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ ബിസിനസ്, ഇപ്പം വീടുകളിൽ ഊണ് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോട്ടലോ കടകളൊന്നുമില്ല, എന്നിട്ട് പോലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചെറിയ അച്ചാറുകൾ വിറ്റ് അത് വെച്ച് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഓരോരുത്തർക്ക് എന്ത് കഴിവാണോ അത് നമ്മൾ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക. അപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ്, എല്ലാ ജോലിക്കും അവരുടേതായ റെസ്പെക്റ്റ് കൊടുക്കുക. അല്ലാതെ ഇന്ന ജോലിയിൽ അല്ലെങ്കിൽ ഇന്ന സാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വിലയുള്ളൂ എന്ന് പറയുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്.